ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് 2 താരങ്ങളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ബികാഷ് സിംഗ്, പ്രബീർ ദാസ് എന്നിവരോടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത്. ഈ 2 താരങ്ങളുടെയും കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 2 താരങ്ങൾക്കും ഇഷ്ടമുള്ള ക്ലബിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇതിന് പിന്നാലെ പ്രബീർ ദാസ് തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് നന്ദി പറയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വലിയ ഒരു സ്വീകരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തനിക്ക് നൽകിയിട്ടുള്ളത്. ഇനിയെന്നും നിങ്ങളുടെ ദാസേട്ടനായിക്കൊണ്ട് തുടരാൻ കഴിയും എന്നാണ് പ്രതീക്ഷ എന്നൊക്കെയാണ് പ്രബീർ ദാസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ കേരളത്തിൽ എത്തിയ അന്ന് മുതൽ ഇതുവരെ എനിക്ക് ലഭിച്ച സ്നേഹവും സ്വീകരണവും അത് വാക്കുകൾക്ക് അതീതമാണ്. ഞാനൊരു മാൾ സന്ദർശിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ കഫേ സന്ദർശിക്കുകയാണെങ്കിൽ, തെരുവിലൂടെ നടക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കണ്ടുമുട്ടുകയും അവർ എന്നോട് പുഞ്ചിരിക്കുകയും ബഹുമാനം കാണിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളം എനിക്ക് സ്വന്തം വീടായി തോന്നി. ഈ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ്. ഞാൻ ഈ ക്ലബിന് വേണ്ടി കളിച്ച ഓരോ മിനിറ്റും എൻ്റെ ഏറ്റവും ബെസ്റ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ഓരോ യാത്രക്കും അതിൻ്റേതായ ഓർമ്മകളും അതോടൊപ്പം വെല്ലുവിളികളും ഉണ്ടാകും. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള എൻ്റെ ഈ ഒരു അധ്യായം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ ചിലവഴിച്ച നിമിഷങ്ങൾ എന്നും എന്നോടൊപ്പം ഉണ്ടാകും. ഒരു കുടുംബാംഗത്തെ പോലെയാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. എല്ലാത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എന്നും നിങ്ങളുടെ ദാസേട്ടനായിക്കൊണ്ട് നിങ്ങൾ എന്നെ കണക്കാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പ്രബീർ ദാസ് പറഞ്ഞിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അദ്ദേഹത്തെ ക്ലബ്ബ് കൊണ്ടുവന്നത്. 14 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ലബ്ബ് ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.